guys, welcome to my channel. ചാനൽ കുറേ ആയൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്തായിരിക്കും ടോപ്പിക് എന്ന്. കുറേ ആയി എല്ലാവരും എന്നോട് ചോദിക്കുന്നു. ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റിലാണെങ്കിലും പേഴ്സണൽ മെസ്സേജിലാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നത് ഞാൻ ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന്. ഞാൻ എന്താ ചെയ്തത്, ഇത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊക്കെയാണ് മെയിൻ എല്ലാവർക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ അറിയാനുള്ളത്. ഇതാണ് ഏതാണ് നല്ലത്, ബോട്ടോക്സ് ആണോ, നാനോപ്ലാസ്റ്റി ആണോ, സ്ട്രൈറ്റനിങ് ആണോ, ഏതാണ് നല്ലതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബോട്ടോക്സ് ആണ് ചെയ്തത്. ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്യാനായിരുന്നു പോയത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഫുള്ളി 100% കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് സ്ട്രൈറ്റനിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ഫുള്ള് എന്തായാലും കൊഴിയും, മുടി ഫുള്ള് കൊഴിയുമെന്ന് പറഞ്ഞു. എനിക്ക് ആക്ച്വലി മുടിയൊന്നും കൊഴിയുന്നില്ലായിരുന്നു. ശരിക്കും എനിക്ക് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. എനിക്ക് മുടി കുറച്ചെങ്കിലും കൊഴിയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വേണ്ട. ബോട്ടോക്സും നാനോപ്ലാസ്റ്റിക്കും പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്, അത് മുടി കൊഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നെ അവരും കൺവിൻസ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബോട്ടോക്സ് ചെയ്യാം. പക്ഷേ സ്ട്രൈറ്റനിങ്ങിന് 4000 3000 അറൗണ്ട് അത്രേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ബോട്ടോക്സിലോട്ട് ഞാൻ ബോട്ടോക്സാണ് ചെയ്തത്. ഞാൻ ബോട്ടോക്സിലോട്ട് മാറിയപ്പോഴേക്കും അത് 7000 ആയി. നാനോപ്ലാസ്റ്റി ആണെങ്കിൽ അത് അതിൻ്റെ ഡബിൾ ആവും, 14000 ആവും. അപ്പം എന്തായാലും അത്രയൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബോട്ടോക്സ് ചെയ്താൽ മുടി കൊഴിയില്ല, പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്, നല്ലതാണ്, മുടിക്ക് നല്ലതാണ്. മുടി മറ്റേ നാനോപ്ലാസ്റ്റി ആണെങ്കിൽ ഫുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. ബോട്ടോക്സ് ചെയ്ത ആ ടൈമിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. പക്ഷേ കണ്ടോ ഇപ്പോൾ കുറച്ച് കണ്ടോ 2-3 മാസമായിട്ട് ചെയ്തിട്ട് കുറച്ച് ബെൻഡായി തുടങ്ങും. പിന്നെ അപ്പോൾ പക്ഷെ എനിക്ക് അങ്ങനെയായിരുന്നു വേണ്ടത്. നാനോപ്ലാസ്റ്റി പറഞ്ഞാൽ ഈ ചൂല് പോലെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും ബോട്ടോക്സ് ചെയ്തത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നത്. അവർ അപ്പോഴേ പറഞ്ഞായിരുന്നു ഫുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കില്ല, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നാനോപ്ലാസ്റ്റി ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചെയ്തത് ടോണി ആൻഡ് ഗൈ ബത്തേരി എന്നാണ്. വയനാട് ബത്തേരിയിലെ ടോണി ആൻഡ് ഗൈയിലാണ് ഞാൻ പോയി ചെയ്തത്. അപ്പോൾ അവിടെ 7000 ആണ്. ഇത് ചെയ്യാൻ ഞാൻ രാവിലെ 10 മണിയായപ്പോൾ പോയതാണ്. സ്ട്രൈറ്റനിങ്ങിന് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതല്ലേ. അപ്പോൾ 10 മണിക്ക് പോയതാണ്. എത്തിയത് തിരിച്ചതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 3 മണിയായി. അങ്ങനെ 5 മണിക്കൂറാണ് ഈ ബൊട്ടോക്സ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. കുറേ എൻ്റെ തലയൊക്കെ പൊള്ളി, കുറേ അത്രയും ഹീറ്റാണ് നമ്മളെ മുടിക്ക് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ചെയ്യല്ലേ, മീൻസ് ബൊട്ടോക്സ് ചെയ്യല്ലേ, ശരിക്കും മടുത്ത് പോകും. ഞാനിങ്ങനെ വേറെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ജ്യൂസും അതും ഇതൊക്കെ കിട്ടുന്നുണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ചായ വേണ്ടിയിട്ട് ചായ വേണോ ജ്യൂസ് വേണോ ചോദിച്ചായിരുന്നു. പക്ഷേ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് പട്ടിണി, ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. അത്രയും നേരം ഇങ്ങനെ മുടി ഇങ്ങനെ ഒരു സാധനം വെച്ച് ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കും, കവറൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെക്കും. കുറേ നേരം അങ്ങനെ വെറുതെ ഇരിക്കണം. അങ്ങനെ കുറച്ച് നേരം ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് എൻ്റെ മുടി ഇതൊന്നും ആയിരുന്നില്ല ലെങ്ത്ത്. എത്ര ലെങ്ത്ത് ഉണ്ടായിരുന്നു ഞാൻ ഫോട്ടോയിൽ കൊടുക്കാം. അത്രയും ഞാൻ പറഞ്ഞതാണ്. അവർ ആദ്യം എന്നോട് കുറച്ച് ഇങ്ങനെ ആദ്യമുള്ള മുടിയിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു, ഇത്രയും വെട്ടട്ടെ, ഇത് ഡാമേജ്ഡ് ഹെയർ ആണ്, വെട്ടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എപ്പോഴും മനസ്സില്ല എൻ്റെ ഹെയർ വെട്ടിക്കളയാൻ. ഞാൻ സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുള്ളൂ, വെട്ടിക്കളയണമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ മനസ്സോടെ സമ്മതിച്ചോ വെട്ടിക്കോ എന്ന്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഡാമേജ്ഡ് ഹെയർ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഇത്രയല്ലേ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു വെട്ടിക്കോന്ന്. അവരപ്പം അത് വെട്ടി. അത് കഴിഞ്ഞ് ബൊട്ടോക്സിൻ്റെ ക്രീം എടുക്കുന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് ചാർജ് വരിക, പൈസ വരിക. ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് ബൊട്ടോക്സ് ഫുള്ള് ആ ക്രീമൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാം സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുന്നേപ്പിച്ച് നിർത്തി മുടി ഇങ്ങനെ നോക്കിയിട്ട് ഫുള്ള് പിടിച്ച് അങ്ങ് വെട്ടി. ഞാൻ വെട്ടുമ്പോഴും ഞാൻ കാണുന്നില്ലല്ലോ, ഞാൻ വെട്ടുമ്പോഴും ഞാൻ വിചാരിക്കുകയാണോ അടി ഒന്നില്ലെങ്കിൽ ഷേപ്പ് ചെയ്യായിരിക്കും, ഇങ്ങനെ യുവോ എന്തെങ്കിലും ആക്കിയിരിക്കുമോ, ഓൾറെഡി എൻ്റെ മുടി അങ്ങനെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചു. ഞാൻ നോക്കി ഇവർ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടപ്പോഴാണ് കാണുന്നത് ആകെ മുടി ഇത്രയേ ഉള്ളൂ. ഇത്ര മുടി ഉണ്ടായിരുന്നു, അതിൻ്റെ അരവരെ മുടി ഉണ്ടായിരുന്ന മുടിയോട് ഫുള്ള് വെട്ടിക്കളഞ്ഞു. എന്നോട് ഒരു വാക്ക് അവർ ചോദിച്ചില്ല. ഞാൻ പിന്നെ ഇൻട്രോട്ടായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് വന്ന സങ്കടം, അവരെന്നോട് സൂപ്പറല്ലേ അടിപൊളിയല്ലേ
ഓക്കെ ഓക്കെ. എൻ്റെ സ്ഥാനത്തിനും പകരം വല്ല തെറി പറയുന്ന ആരെങ്കിലും ആണെങ്കിൽ നല്ല പറഞ്ഞേനെ. എനിക്കത് പറയാനുള്ള കഴിവില്ലാത്ത കൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഉള്ളത് വെച്ച് ഇത് കാണാൻ രസമുള്ളത് കൊണ്ടും പിന്നെ എനിക്ക് തിരിച്ചൊന്നും പറയാൻ അറിയാത്തത് കൊണ്ടും ഞാനൊന്നും മിണ്ടിയില്ല. ബോട്ടോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് അങ്ങ് മാറും, നമ്മളെ അങ്ങോട്ട് അല്ലാതാവും പെട്ടെന്നാണ് പിന്നെ എൻ്റെ ഹെയർ ഓൾറെഡി അത്ര കേളി അല്ല, വേവി ആയിട്ടുള്ളത് കൊണ്ട് അത്ര പ്രശ്നമില്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും മെയിനായിട്ട് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടോക്സ് അങ്ങനത്തെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് മുടി കൊഴിയുമെന്ന്. ഞാൻ ആദ്യം എല്ലാവരോടും പറഞ്ഞത് എൻ്റെ മുടി കൊഴിയുന്നില്ല, നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി മെല്ലെ മെല്ലെ കൊഴിയാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം കണ്ടോ, കാണുന്നൊന്നുമില്ല, അങ്ങനെ മുടി കൊഴിയുന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ മുടി കൊഴിയേ ഇല്ലായിരുന്നു. എൻ്റെ മുടി ആദ്യം ഈ ബോട്ടോക്സ് ചെയ്തതിന് മുന്നേ നല്ല മുടിയായിരുന്നു. എനിക്ക് എന്തൊരു സുക്കടാന്നറിയില്ല, കൊഴിയില്ലായിരുന്നു മുടി. പക്ഷെ ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ മുടി കൊഴിയുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇനി ടെൻഷൻ കൂടിയിട്ട് മുടി പിന്നെയും കൊഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവരെനിക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എനിക്ക് അവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെങ്കിലും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, ബോട്ടോക്സ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അവർ മുടി കൊഴിയില്ല എന്ന് പറഞ്ഞായിരുന്നു അല്ലേ, അതുകൊണ്ട് കുറ്റം പറയാം. പക്ഷേ അവർ തരുന്ന മീൻസ് അവർ വാങ്ങാൻ പറയുന്ന അവർ തരുന്ന മീൻസ് അവർ വാങ്ങാൻ പറയുന്ന ഷാമ്പൂ, കണ്ടീഷണർ, സെറം. ഞാൻ ആകെ ഷാമ്പൂ കണ്ടീഷണറെ വാങ്ങിയിട്ടുള്ളൂ, സെറം വാങ്ങിയിട്ടില്ല. ഷാമ്പൂ കണ്ടീഷണറും ബോട്ടോക്സും കൂടെ ചെയ്തപ്പോഴേക്കും എൻ്റെ നിക്കർ അങ്ങോട്ട് കീറി. അപ്പോൾ ഞാൻ വിചാരിച്ചു സെറം വേണ്ട, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എൻ്റെ മുടി ഇതുവരെ കൊഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് കൊഴിയിലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ വാങ്ങിയില്ല. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തില്ല. ഷാമ്പൂവും കണ്ടീഷണറും മാത്രം വെച്ചാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇച്ചിരിയെങ്കിലും കൊഴിയുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ചെയ്യുന്നത് തന്നെയാണോ ചീത്തയാണോ ചോദിച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. നമ്മുടെ മുടി അങ്ങനെ കൊലാപ്പി പോലെ കിടക്കുന്ന കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റൈൽ ചെയ്തിടുക. അതാണ് എനിക്ക് ചെയ്യുന്നവരെങ്ങനെയായിരുന്നു ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായിരുന്നു. ഇവിടെ ആർക്കും മനസ്സിലാവില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ആരും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് മുടി പോകാനുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബൊട്ടോക്സോ നാനോപ്ലാസ്റ്റി ഒന്നും ചെയ്യാത്തതാണ് നല്ലത്. മുടി തീരെ മീൻസ് അങ്ങനത്തെ കട്ടിയല്ല, സ്ട്രോങ് അല്ല, പെട്ടെന്ന് ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് തോന്നുക, ഇങ്ങനെ പൊട്ടി പോകുന്നത് പോലെയും. എൻ്റെ മുടിയൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോഴേ എനിക്ക് ടെൻഷനാണ്. എൻ്റെ മുടി കൊഴിയുന്നുണ്ട്, പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് നല്ലവണ്ണം കൊഴിയുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തോന്നുന്നു, ഞാൻ ബോട്ടോക്സ് ആണ് ചെയ്തത്. അപ്പോൾ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തരാനുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ആരും ഇങ്ങനത്തെ ഒന്നും ചെയ്യണമെന്ന് തോന്നിയാൽ സ്റ്റൈൽ ചെയ്തിടുക. ബൊട്ടോക്സ് നാനോപ്ലാസ്റ്റി ഞാൻ ബൊട്ടോക്സ് ചെയ്തതിന് 7,000 ആയി. കൂടാതെ ഈ ഷാമ്പൂവും കണ്ടീഷണറും പുറമെ എക്സ്ട്രാ വാങ്ങിയതിനും 3,000 ആയി. ഇനിയിപ്പോൾ സെറത്തിന് 2,000 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ടോട്ടൽ 12,000 റുപ്പീസ് നമ്മൾ മുടക്കി നമ്മുടെ മുടി കളയാണ്. അപ്പോൾ ആരും ചെയ്യാൻ തോന്നുന്നവർ ചെയ്തോളുക, അവരുടെ റിസ്കിൽ ചെയ്തോളുക. മുടി പോയാലും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ചെയ്തോളുക. അല്ലെങ്കിൽ പിന്നെ പ്രോപ്പർ കെയർ, സെറോക്കെ യൂസ് ചെയ്താൽ പോവില്ലായിരിക്കും എന്ന് വിചാരിക്കാം. സംബന്ധിച്ച് ഒട്ടും മുടി കൊഴിയാത്തവർ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം എൻ്റെയൊക്കെ പോലെ ഇത്രയല്ലേ കൊഴിയുന്നുള്ളൂ. ഓൾറെഡി മുടി കൊഴിയുന്നവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള മുടിയും കൂടെ മുട്ടത്തലയായി നടക്കേണ്ടി വരും. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും എല്ലാ ഡൗട്ടും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇതാണ് നൈവികയിലെ ആൻറ്റി ടെർണിഷ് മാലയാണ്, ഏഞ്ചൽ. അപ്പം എല്ലാവരും നൈവികയുടെ പേജും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നല്ല കേളി ഹെയർ ഉള്ളവരാണെങ്കിൽ ഈ ബൊട്ടോക്സ് ഒക്കെ ചെയ്താൽ, ബൊട്ടോക്സ് നാനോപ്ലാസ്റ്റിയോ സ്ട്രൈറ്റനിങ് എന്ത് ചെയ്താലും മാസം സ്പാ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പുതിയ മുടി വരുമ്പോൾ അത് ചുരുണ്ട് തന്നെ വരിക. അപ്പോൾ എൻ്റെ മുടി ഞാൻ പറഞ്ഞല്ലോ വേവിയാണ്, ഇവിടെ അത്ര ചുരുണ്ടിരിക്കാത്തത് കൊണ്ട് പുതിയ മുടി വന്നപ്പോൾ അങ്ങനെ ഇല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ പറയണ പടപടോന്ന് പൊട്ടുന്നുണ്ട്, വേഗം പൊട്ടുകയെന്ന് എനിക്ക് തോന്നുന്നത്. മുടിക്ക് തീരെ കട്ടിയില്ല. എന്ത് പ്രോട്ടീനാണോ അതിനകത്ത് കയറിയത് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. പൈസ നഷ്ടം, നമ്മുടെ മുടി നഷ്ടം, എല്ലാം നഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ ചെയ്തത് ബൊട്ടോക്സ് അടുത്തായി.